കൊളോജിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ പല വീഡിയോസിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നമ്മളെല്ലാവരുടെ ആഗ്രഹം എന്താ, നമുക്ക് എപ്പോഴും യങ്ങായിട്ടിരിക്കണം, അല്ലെങ്കിൽ ചെറുപ്പമായിട്ടിരിക്കണം, റിങ്കിൾസ്, ഡ്രൈനെസ്, അതുപോലെ തന്നെ നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് എന്നും നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷെ അതിന് നമുക്ക് എന്തോ വേണം. നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ കറക്റ്റായിട്ട് നമുക്ക് കൊളോജൻ ബാലൻസ് ചെയ്തു. കൊളോജനാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ പ്രോപ്പർ ഡയറ്റിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ആ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതായത് നമ്മളൊരു ടൈം കഴിഞ്ഞ ഒരു 40s ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കുക. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊളോജൻ കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ആവശ്യം പ്രോട്ടീൻ ഡെയിലി നമ്മൾ എടുക്കുന്നതിൽ ഇത്ര പെർസെൻറ്റ് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ നമുക്ക് മൾട്ടി വൈറ്റമിൻ, ഒമേഗ 3, ഇതെല്ലാം തന്നെ നമ്മളൊരു പാർട്ടായി കൊണ്ടുപോകേണ്ടതാണ്. നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എത്രത്തോളം ഇതെല്ലാവരും ചെയ്യുന്നുണ്ടെന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ബാക്കി ഞാൻ ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഇപ്പോൾ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്താണോ ഉള്ളിൽ കൊടുക്കുന്നത് അതും കൂടി നമുക്ക് റിസൾട്ടാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പുറത്ത് എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, വേറെ എന്തെങ്കിലും, ഇതിലെല്ലാം കാര്യം നമ്മളെപ്പോഴും ഉള്ളിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ ടൈമിനനുസരിച്ചും ഓരോ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ നമ്മൾ വർഷം കൂടും തോറും നമുക്ക് കൊളോജിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. ഫുഡിൽ നിന്ന് തന്നെ എടുക്കണം, കൂടാതെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക. കൊളോജൻ പൗഡർ എല്ലാം തന്നെ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഡെയിലി ഒരു സ്കൂപ്പ് വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ക്ലയൻസ് ഒരുപാട് പേരുണ്ട് നമുക്ക്. അതിലെല്ലാം തന്നെ ആൻറ്റി ഏജിങ്ങിലെ പ്രശ്നങ്ങളും കൊണ്ട് ആണ് നമ്മളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്കിൻ കെയറിൻ്റെ കൂടെ വേണം നമ്മൾ ഹോം കെയർ കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ നമ്മൾ ഹോം കെയറും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് നമുക്കൊരു സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് റിസൾട്ട് കിട്ടുന്നു, പക്ഷേ പിന്നീട് ആ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് വിഷമിക്കരുത്. കാരണം ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയർ. ഇപ്പോൾ നമുക്ക് 40 വയസ്സാണോ, 50 വയസ്സാണോ, 60 വയസ്സാണോ, 70 ആണോ, ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് വേണ്ട സ്കിൻ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെപ്പോഴും ശീലിക്കുക. സ്കിൻ കെയർ മുടങ്ങാതെ രാവിലെയും വൈകിട്ട് നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കാതെ നമ്മൾ ഇരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത് രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരു പ്രശ്നവും നമ്മുടെ സ്കിന്നിൽ വരില്ല. എത്ര ഏജ് ആയാലും ശരി, നമ്മളുടെ സ്കിൻ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാം. 3 മാസത്തെ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 3 മാസത്തേക്ക് 5,000 ഫീസ് വരുന്നത്. ഒരുപാട് നമ്മൾ ട്രീറ്റ്മെൻറ്റുകളും ലേസർ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്ത് മടുത്തിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് നോക്കൂ. സൂപ്പറായിരിക്കും. സ്കിന്നിന് അത്രയും റിസൾട്ട് ഉണ്ടാകും. നമ്മളിവിടെ ഒരിക്കലും കെമിക്കലോ കാര്യങ്ങളോ പെട്ടെന്ന് വെളുക്കാനുള്ള ക്രീമോ ഇതൊന്നും അല്ല പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറാണ് നമ്മൾ ശീലിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ വ്യത്യാസം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കൊളോജൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 2 പൊട്ടറ്റോ എടുക്കുക കേട്ടോ. അതായത് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് സ്കിൻ പീൽ ചെയ്യാം. എന്നതിന് ശേഷം ഇത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ ഇട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഫേസ് ക്ലെൻസിങ്ങിനായിട്ട് എടുക്കുക. 1 സ്പൂൺ നമ്മൾ ഈ പേസ്റ്റ് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ ഹണി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ഓവർ ഡ്രൈ ആണെങ്കിൽ ഹണിക്ക് പകരം നമുക്ക് മിൽക്ക് എടുക്കാവുന്നതാണ്. അതല്ല ഭയങ്കര ഇച്ചിരി ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി മതിയാവും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റെങ്കിലും ടൈം എടുത്ത് പതുക്കെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഭയങ്കര ഹാർഡായിട്ടും ഹാർഷായിട്ടും ഇങ്ങനെ ഉരച്ചൊന്നും ചെയ്യരുത്. നല്ല നോർമലായിട്ട് പതുക്കെ ചെയ്യുക. എന്നതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം.
അതിനുശേഷം നമുക്ക് സ്ക്രബായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം തന്നെ ഒരു സ്പൂൺ നമ്മളുടെ ഈ പൊട്ടറ്റോ എടുക്കുക, അതിലേക്ക് ഒരു സ്പൂൺ നമ്മളുടെ റൈസ് പൗഡർ എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 to 5 മിനിറ്റ്സ് സമയമെടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ടൈമിൽ നമുക്ക് ശരിക്കും റൈസ് ഫ്ലവറും അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് റിസൾട്ട് അമേസിങ് ആയിരിക്കും, ഭയങ്കരമായിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി നമുക്ക് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് റിച്ച് വൈറ്റമിൻ സി ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കൊളോജൻ ട്രീറ്റ്മെൻറ്റ് ആക്കിയിട്ട് പറയുന്നത്. കൊളോജൻ നമുക്ക് വൈറ്റമിൻ സി നമ്മൾ സ്കിന്നിലേക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് മാറ്റം ഉണ്ടാവും. ഈവൺ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഭയങ്കര ഓവർ ഡ്രൈനെസ്സും പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നവും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് കൊളോജൻ്റെ ഇത് കുറവ് മൂലം സ്കിന്നിൽ ഒരുപാട് ചെറിയ റിങ്കിൾസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെല്ലാം തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് വീക്ക്ലി വൺസ് ചെയ്യുക. അതല്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നീട് നമുക്ക് സെറ്റായിട്ട് വരുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ റൈസ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ കൊണ്ട് സ്കിന്നൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. മസാജിങ്ങിനായിട്ട് ഒരു സ്പൂൺ നമ്മളിത് വീണ്ടും നമ്മളുടെ പൊട്ടറ്റോ തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 പൊട്ടറ്റോ എടുത്ത് വെച്ചേക്കണത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്പൂൺ പൊട്ടറ്റോ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു സ്പൂൺ. ദെൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വെച്ച് നമ്മൾ നല്ലപോലെ 5 to 7 മിനിറ്റ്സ് എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് ആൻഡ് നെക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു 7 മിനിറ്റ് ടൈം എടുത്ത് നല്ലപോലെ ഫോക്കസ് ചെയ്ത് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആൻറ്റി ഏജിങ് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾക്ക് നിങ്ങൾക്ക് ഒന്നും സ്റ്റെപ്സ് കൂടുതൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു പോകുക കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് വരരുത്. അതുപോലെ തന്നെ ഈ ഏരിയ എല്ലാം തന്നെ ഇങ്ങനെ ചെയ്യണം. ഫോർഹെഡ് ഏരിയ ഇങ്ങനെയായിരിക്കണം. ദെൻ ഇങ്ങനെ ഒരു 3 to 5 ടൈംസ് ചെയ്യുക. കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ 3 to 5 ടൈംസ് ചെയ്യുക. ദെൻ നമുക്ക് കണ്ണിൻ്റെ മേളിൽ ഇതുപോലെ 3 to 5 ടൈംസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് നല്ല നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലാസ്റ്റ് വൺ നമ്മളുടെ പാക്കാണ് നമ്മൾ എടുക്കുന്നത്. പാക്കിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മളുടെ ഒരു സ്പൂൺ നമ്മൾ വീണ്ടും നമ്മളുടെ പൊട്ടറ്റോ പേസ്റ്റ് എടുത്തു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നമ്മളുടെ സാൻഡൽവുഡ് പൗഡർ എടുക്കുക. ഒരു സ്പൂൺ നമ്മളുടെ മുൾട്ടാണി മെട്ടി എടുക്കുക. ഇത് കുറച്ച് നമ്മൾ നാരങ്ങയും കൂടെ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ദെൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ്സിന് ശേഷം ക്ലിയർ ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇത് നല്ല ഒരു അടിപൊളി ഒരു എന്താ പറയുക റിസൾട്ട് എന്ന് പറഞ്ഞാലും പോരാ. കാരണം ഇതിലെല്ലാം തന്നെ പൊട്ടറ്റോ വരെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വൈറ്റമിൻ സി ആണ് വരുന്നത്. കൊളോജന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് 100% ഗ്യാരൻറ്റിയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ. പക്ഷേ ഇതിൻ്റെ കൂടെ സ്കിൻ കെയർ എടുത്തേ പറ്റൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സ്കിൻ കെയർ എടുക്കണം. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ 40 മരതി ക്ലെൻസർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് മേടിക്കുക. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ സ്കിൻ ഗ്ലോ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യണം, ഒരു എന്താ പറയുക അണ്ണിമണക്കം മാറണം, പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഏത് ക്ലെൻസർ യൂസ് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണെങ്കിൽ നമ്മുടെ 40 മരതി ക്ലെൻസർ യൂസ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആയിട്ട് മിൽക്കിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഭയങ്കര റിസൾട്ടായിരിക്കും. 850 റുപ്പീസേ ഉള്ളൂ. ഈ മാസത്തെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. ഇനി വരുന്ന ബുക്കിംഗ് എല്ലാം തന്നെ ജൂലൈയിലേക്കുള്ള ബുക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം തന്നെ പ്രീ ബുക്കിംഗ് ആണ്. അപ്പോൾ 850 റുപ്പീസാണ് നമ്മുടെ ക്ലെൻസറിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുക. വാട്സപ്പ് നമ്പറിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം പേഴ്സണൽ ഗൈഡൻസിന് വേണ്ടിയിട്ടാണെന്നുള്ളത്, സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എമൗണ്ട് വരുന്നത് 850 റുപ്പീസാണ്. അതിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ പാക്കിംഗ് ടൈമിൽ അറിയിക്കും. ആ ടൈമിലായിരിക്കും ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് മന്തിലേക്ക് ഇനിയുള്ളൂ.
അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ കെയർ വേണം, പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ നമുക്ക് 3 കൺസൾട്ടിംഗ് ആണ് വരുന്നത്. 5000 റുപ്പീസാണ്. ഓരോ 21 ദിവസത്തിലായിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു കൊളോജൻ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പ്ലസ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയിക്കുക. വീക്ക്ലി വൺസ് ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ 2 ആഴ്ചയിൽ 1 പ്രാവശ്യം മതി. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വീക്ക്ലി വൺസ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്ത് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഫേസിൻ്റെ ഒരു സൈഡ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പാക്ക് യൂസ് ചെയ്യുവാണെങ്കിലും മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിയൊന്നും കാണിക്കേണ്ട, ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.